നീ എന്തായി ചെയ്യുന്നത്? കോഴികൾക്കൊക്കെ കശുവണ്ടി പരിപ്പ് കൊടുക്കുവാണ്. നീ എന്താ കഴുതയാണോ? അതെ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കശുവണ്ടി ബാദം പരിപ്പാണോ കൊടുക്കുന്നത്? അതൊക്കെ ദഹിക്കണമെങ്കിലേ നന്നായിട്ട് ഓടേണ്ടി വരും, അറിയാവോ? ഇത് തന്നെയാ തോത്താറാമൻ പറഞ്ഞേ. അതായത് കശുവണ്ടി ബദാം പരിപ്പൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ഓടേണ്ടി വരുമെന്ന്. ഓടിക്കോ ഓടിക്കോ, അല്ലെങ്കിലേ നിങ്ങളുടെ ആരോഗ്യം ഒക്കെ പോകും. അയ്യോ അയ്യോ, വേഗം പിടിക്കേ. അതെ വേഗം പിടിക്കാം. എന്റെ അമ്മേ, ചില നേരത്ത് കോഴിവാലും പുലിവാലാവുമല്ലോ. സംശയമുണ്ടോ? അല്ല, നീ എന്താ ഈ തിന്നുന്നത്? കഴുതകളൊക്കെ ഇതാ തിന്നാറ്. അത് ശരി, എന്നാ പിന്നെ ഞാനും തിന്നും. ഞാനും കഴുതയാണല്ലോ. എന്റെ മൂഡ് അത്രക്ക് ശരിയല്ല, എന്നെ വീണ്ടും മൂടോട്ടാക്കരുത്. എന്നാ പിന്നെ ഞാൻ കഴുതയാണെന്ന് നീ ഒന്ന് അംഗീകരിക്കുന്നേ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. കേട്ടില്ലേ, വയലിൽ കഴുത കയറിയിട്ടുണ്ടെന്ന്. അതായത് നീയും പിന്നെ ഞാനും. ശരി ശരി, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് ഓടിക്കോളാം. നീ വലത്തല്ല നിൽക്കുന്നേ, നീ വലത്തോട്ട് ഓടിക്കോ. ഓടാ വേഗം. ഓടിക്കോ. ഓക്കേ. അയ്യോ, വയലിൽ കഴുത കയറിയേ. ഞാൻ തന്നെ കഴുത. ഞാനാ നിങ്ങളുടെ വിളവ് മൊത്തം തിന്നത്. മാത്രമല്ല, ഞാനാ നേരത്തെ കരഞ്ഞതും. ഡേച്ചു ഡേച്ചു ഡേച്ചു. അയ്യോ, നിക്കണേ, ഒന്ന് നിക്കണേ ചേട്ടാ. എന്തിനാ അവനെ തല്ലാൻ ഓടിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ വയലിലെ വിളകൾ മൊത്തം തിന്നുകയായിരുന്നു. എന്നാ പിന്നെ കഴുതയും തല്ലിക്കൂടെ? അതും തിന്നുമല്ലായിരുന്നോ? എന്റെ അമ്മച്ചി. പുതിയ അലാറം വല്ല